അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര പ്രകാരമുള്ളതുമായ പഠനങ്ങൾ നടക്കുവാൻ ഇടയാക്കണമേ. അമ്മേ പരിശുദ്ധമ്മേ, അമ്മയുടെ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക ദൈവ തിരുമനസ് വെളിപ്പെടുവാൻ പഠനങ്ങൾ വഴി കൃപയാകണമേ. അമ്മേ പരിശുദ്ധമ്മേ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സഭാ പഠനങ്ങളിലൂടെ വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരന്ത അവസ്ഥകളിൽ പെട്ടുകഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ സാന്നിധ്യവും കൂടുതൽ അനുഭവിക്കുവാൻ അനുഭവേദ്യമാകുവാൻ ഇടയാക്കണമേ. അമ്മേ പരിശുദ്ധമ്മേ, സർവ്വങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രകൃതിയെ തന്നെ പ്രത്യക്ഷീകരണം വഴിയാക്കണമേ. പരിശുദ്ധമ്മേ, ശിവമാല മാതാവേ, സകല പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പ്രിയപ്പെട്ടവരെ നിയോഗം സമർപ്പിക്കുക. ഉടമ്പടി ചെയ്തവർ ഉടമ്പടി ചെയ്ത നിയോഗമാണ് സമർപ്പിക്കേണ്ടത്. നിയോഗം എന്ന് പറയുന്നത് നമ്മുടെ പ്രാർത്ഥന ആവശ്യങ്ങളെയാണ് നിയോഗം എന്ന് പറയുന്നത്. അപ്പം നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യങ്ങൾ ഭക്തിപൂർവം പരിശുദ്ധ അമ്മ വഴി ഇപ്പോഴ് അൾത്താരയിൽ ആരാധ്യനായി ആരൂഢനായിരിക്കുന്ന ദിവ്യകാരുണ്യ തിരുസ്വരൂപ നാഥന് സമർപ്പിക്കുക. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അനുഗ്രഹവേള ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ ഇടയാക്കണമേ. ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ,
അനുഗ്രഹത്തിലേക്ക് മാടി വിളിക്കുന്ന ഗോലിയാത്തിൻ്റെ അനുഭവത്തിലൂടെ വളർന്നൊരു മനുഷ്യനാണ് ദാവീദ്. ഇന്ന് ഇത് പറയാൻ കാര്യം, ഞാൻ ഒന്നുകൂടി പറയാം. അനുഗ്രഹത്തിലേക്ക് മാടി വിളിക്കുന്ന ദാവീദിനെ അനുഗ്രഹത്തിലേക്ക് മാടി വിളിക്കുന്നത് ആരാണ്? ഗോലിയാത്താണ്. ഒരു ഗോലിയാത്ത് നമ്മുടെ മുമ്പിൽ വരുമ്പോൾ അനുഗ്രഹത്തിൻ്റെ കാലമായെന്നാണ് പരിശുദ്ധാത്മാവ് നമ്മളെ വിവേചിച്ച് നൽകേണ്ടത്. കൃപാസന ധ്യാനങ്ങൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, കീപ് ദ മിനിമം ഹോളി സ്പിരിറ്റ്. ഒരു മിനിമം ഹോളി സ്പിരിറ്റിനെ കീപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് കഴിയുന്നില്ലെങ്കിൽ അവർ ക്രിസ്ത്യൻ എക്സിസ്റ്റൻസ് വിൽ ബി സീസ് ടു എക്സിസ്റ്റ്. നമ്മുടെ ക്രൈസ്തവ സ്വത്വം അങ്ങ് സമാധിയായി പോവും. ക്രൈസ്തവ സ്വത്വത്തിൻ്റെ സമാധി ഒരു ആധ്യാത്മിക സബ്ജക്റ്റാണ്. ഇതെപ്പോഴാണ് സംഭവിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എപ്പോഴാണ് നിനക്ക് മിനിമം ഹോളി സ്പിരിറ്റ്, മിനിമം പരിശുദ്ധാത്മാവിനെ സൂക്ഷിക്കാൻ കഴിയാണ്ട് വരുന്നത്, അപ്പോൾ യുവർ ക്രിസ്ത്യൻ എക്സിസ്റ്റൻസ് വിൽ ബി സീസ് ടു എക്സിസ്റ്റ്. സത്വം, ക്രൈസ്തവ സത്വം അങ്ങ് സമാധിയായി പോകും. ഇത് ഞാൻ ആമുഖമായി നിങ്ങളോട് പറയുകയാണ്. നമ്മളെല്ലാവരും എല്ലാ ദിവസവും ഗോലിയാത്തിനെ കണ്ടുമുട്ടാറുണ്ട്. ഗോലിയാത്ത് മരിക്കുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അത് എൻ്റെ ഒരു അനുഭവമാണ്, നിങ്ങളിലെല്ലാം ഞാൻ കണ്ടിട്ടുള്ളൊരു അനുഭവമാണ്. ഗോലിയാത്ത് മരിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. കാര്യം, ഗോലിയാത്തില്ലാത്ത കാലങ്ങളിൽ ഫിലിസ്തീയരെ ദാവീദിനോട് പടവെട്ടിയിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഗോലിയാത്ത് മരിച്ചത് കൊണ്ട് ദാവീദിനെ പ്രത്യേകിച്ച് ശാശ്വതമായ പ്രയോജനമില്ല എന്നാണ് ഈ പറയണത്. ഇന്ന് രാവിലെ ഞാൻ എൻ്റെ ഇടവക പള്ളിയിൽ പോയി ഈ പരിശുദ്ധ കുർബാന അർപ്പിക്കുകയായിരുന്നു. ഇപ്പം കുർബാന അർപ്പിച്ചുകൊണ്ട് ഞാൻ തിരിച്ച് കൃപാസനത്തിലൂടെ വരുമ്പോഴേ കുറേ പേര് കൃപാസനത്തിൻ്റെ വാതിൽക്കൽ നിൽക്കുന്നുണ്ട്. അതിലും ഒരു അപ്പനും അമ്മയും ഭയങ്കരമായ തകർന്ന തരിപ്പണമായ ഒരവസ്ഥയിൽ ആണ് നിൽക്കുന്നത്. അപ്പോൾ അവർ മുമ്പേ ഓടി വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, വെച്ചാൽ എങ്ങനെ ജീവിക്കുക വെച്ചാൽ എന്തെങ്കിലും പറഞ്ഞിട്ട് പോകാൻ പറഞ്ഞു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പ്രശ്നം, അവരുടെ മകൻ ഒരു പ്രത്യേക രാജ്യത്താണ്. രാജ്യമൊന്നും ഞാൻ പറയണില്ല. ആ രാജ്യത്ത് അവന് ഇപ്പം 3 കോടി രൂപ ഇവരയച്ചു കൊടുത്തിരിക്കുകയാണ്. പല കാലങ്ങളായിട്ട് അവൻ്റെ ചെലവിന് വേണ്ടിയും. അവനെ പോലീസ് പിടിക്കുമെന്ന് അവൻ പറയണത്. അവനെ പോലീസ് പിടിക്കാം, അവനെ ജയിലിലിടും, അങ്ങനെ അവനെ കടക്കാർ കളയും, അവനെ കൊന്നു കളയും. ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവർ 50 ലക്ഷം 25 ലക്ഷമൊക്കെ അവർക്ക് കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ മാതാപിതാക്കന്മാരോട് മേടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് കേട്ടപ്പോഴേ, ഇത് ചിലപ്പോൾ സത്യമായിരിക്കും, ചിലപ്പോൾ ചില രാജ്യങ്ങളിൽ പോയി മക്കൾ കുടുങ്ങി പോകത്തില്ലേ, ചിലപ്പോൾ അവർക്ക് തന്നെ അറിയാൻ പാടില്ലാത്ത ചില അബദ്ധങ്ങളിൽ. ഒരിക്കൽ ഇംഗ്ലണ്ടിൽ ചെന്ന് ഒരു മനുഷ്യൻ കൃപാസനത്തിൽ പ്രാർത്ഥിച്ചു പോയതാണ്. അങ്ങനെയാണ് ആ ജോലി തന്നെ നേഴ്സായിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് കിട്ടാൻ കാരണം. കിട്ടാനുള്ള സാധ്യത ഏജ് ഓവറായിരുന്നു, കിട്ടാനുള്ള സാധ്യതയില്ലായിരുന്നു. പിന്നെ യോഗ്യതാ പരീക്ഷകളെല്ലാം പ്രശ്നമായിരുന്നു. പക്ഷേ ഇവർ ഒരു പ്രെയർ കഴിഞ്ഞപ്പോൾ തന്നെ ഏജ് ഓവറായിട്ടുള്ള വൈഫിൻ്റെ അവരുടെ ബയോഡേറ്റ ബ്രിട്ടനിലുള്ള ഹോസ്പിറ്റലിൽ സ്വീകരിച്ച് അവരാണ് ആദ്യം കയറിപ്പോയത്. അതിൻ്റെ പുറകെ
ഭർത്താവ് പോയി, 2 മക്കൾ പോയി. ഇപ്പോൾ 10 കൊല്ലമായിട്ട് അവിടെ താമസിക്കുക, ജോലി ചെയ്ത് താമസിക്കുന്ന ഭർത്താവിനും ജോലിയുണ്ട്. ഈ മനുഷ്യൻ പെട്ടെന്ന് തന്നെ വിളിച്ചിട്ട് പറയും, അച്ഛാ ഞാൻ ജയിലിലാണ് അച്ഛാ എന്ന് പറയും. ഞാൻ പറയും, എന്നാ പറ്റിയതൊന്നും പറയണ്ട അച്ഛാ, ഇനി കേസ് ഇങ്ങനെ എപ്പോഴും നടക്കുമെന്നാണ് പറയണത്. അതായത് അവിടുത്തെ ഒരു മദാമിനെ ഇയാൾ തോണ്ടിയെന്ന ഒരു കഥപുള കഥ. അതായത് അവിടെ നോക്കിയ ജയിലിലാകും. അതാണ് അവസ്ഥ. പുഴവരൊക്കെ സൂക്ഷിച്ചേക്കണേ. ഓരോ രാജ്യത്തിന് വ്യത്യസ്തമായി. ഇവിടെ റേപ്പ് ചെയ്ത് കൊന്നിട്ട് പോലും ജയിലാകണമായിട്ട് തടിയൊക്കെ വെച്ചാണ് ആൾക്കാർ പ്രതികൾ പുറത്ത് വരുന്നത്, നല്ല തടിയൊക്കെ വെച്ച്. രാജ്യത്തിൻ്റെ പ്രത്യേകതയാണ് അതൊക്കെ. അപ്പോഴേ ആ മദാമ പറയണത് ഇയാൾ തോണ്ടിയെന്നാണ് പറയണത്. ഇയാൾ പറയണത് ഞാൻ തോണ്ടിയിട്ടില്ല എന്നാണ് പറയണത്. അതാണ് പ്രശ്നം. പക്ഷേ ആ സംഭവം ഭയങ്കര സീരിയസ് ആയി. കാര്യം വക്കീൽ ഉടനെ വരികയാണ്. അവിടുത്തെ ഏറ്റവും വലിയ ആൾക്കാർ വക്കീലാണ്. അത് ഈ അമേരിക്കൻ രാജ്യങ്ങളിലെല്ലാം ഉള്ളത് വക്കീലന്മാരാണ്. ഏറ്റവും വലിയ ജനാധിപത്യം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും വക്കീൽ ഭരണമാണ് നടക്കുന്നത് ഇവിടെയൊക്കെ. നമുക്കിങ്ങനെ മധുരമായിട്ട് തോന്നും, ജനാധിപത്യത്തിൻ്റെ ഈറ്റില്ലമാണ് ആനകൂന എന്നൊക്കെ പറയുമെങ്കിലും നടക്കുന്നത് വക്കീൽ ഭരണമാണ്. വക്കീൽമാരുടെ അവസ്ഥ നിങ്ങൾക്കറിയാമല്ലോ. ഇവർ ഈ തോണ്ടിയത് കണ്ടിട്ടുള്ള ആരുമില്ല. മദാമ്മയെ ഇയാൾ തോണ്ടിയ കാര്യം കണ്ടിട്ടുള്ള ആരുമില്ല. പക്ഷെ കോടതി കണ്ടിട്ടുള്ള ആൾക്കാർ വന്നുടനെ പെയ്ഡ് സാക്ഷികൾ എല്ലാത്തിനും ഉണ്ട്. അതാണ് വക്കീൽ ഭരണത്തിൻ്റെ പ്രശ്നം. അവരുടെ കയ്യിൽ കൊന്നെന്ന് ഉള്ളത് കാണാനും. കാര്യം കോടതി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ആത്മീയ ദുരന്തമാണ്. കാര്യം സാക്ഷികളെ അടിസ്ഥാനപ്പെടുത്തിയാണ് അവിടെ കാര്യങ്ങളിരിക്കുന്നത്. കാര്യം ഞാൻ ഈ ജില്ലാ കോടതിയിൽ, ആലപ്പുഴ ജില്ലാ കോടതിയിൽ ഒരു സമരം നടത്തിയതിൻ്റെ പേരിൽ എനിക്കൊരു കേസുണ്ടായി. ആലപ്പുഴ ജില്ലാ കോടതി ചെന്നപ്പോൾ എൻ്റെ ഇടവക്കാരൻ അവിടെ ഇരിക്കണം. ഞാൻ തന്നെ വാവിളിച്ച്, എനിക്ക് സമരമൊന്നുമില്ല, കാര്യം ഞാൻ സമൂഹത്തിന് വേണ്ടി നീതിക്ക് വേണ്ടി പോരാടിയതിൻ്റെ പേരുണ്ടായ കേസാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളെന്താ ഇവിടെ? ഞാൻ സാക്ഷി പറയാൻ വന്നിരിക്കുകയാണ്. അതെന്താ കാര്യം? അത് ഒരു വണ്ടി ഇടി കേസുണ്ടായിരുന്നു. അപ്പോൾ വണ്ടി ഇടിച്ചത് ഇനി ഞാൻ കേസ് സാക്ഷി പറയാൻ വന്നു. അപ്പം നിങ്ങൾ വണ്ടി ഇടിച്ച കണ്ട? ഇല്ല വെച്ചാൽ ഞാൻ ഇടയ്ക്കൊക്കെ വരാറുണ്ടെന്ന്. അത് ഇടയ്ക്കിടയ്ക്ക് ഇടിക്കണ വണ്ടിക്കെല്ലാം പുള്ളിക്കാരൻ പോയി സാക്ഷി പറയും. അതിന് 275 രൂപ എന്ത് പുള്ളിക്ക് പോലീസ് സമയത്ത് കൊടുക്കും. ഈ നിയമവാഴ്ചയുടെയൊക്കെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അന്തരാളങ്ങളൊക്കെ ഭയങ്കരമാണ്. അതുകൊണ്ടാണ് നിങ്ങളുണ്ട്. അതായത് നിങ്ങൾ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന വലിയ സംഭവമാണ്. നമ്മളിന്ന് പല ആൾക്കാർ കാര്യം മീഡിയയും നിയമവാഴ്ചയൊക്കെ ആയിട്ട് മീഡിയയും നമുക്കറിയാമല്ലോ, കടുവയാണ് വേട്ടക്കാരൻ. കടുവ കൊന്നിടുന്നവരെ എന്തു ചെയ്യും? കടുവ കഴിച്ചതിൻ്റെ ബാക്കി ഈ കാട്ടുനായ്ക്കൾ കഴിക്കും. കാട്ടുനായ്ക്കൾ കഴിച്ചതിൻ്റെ ബാക്കി കഴുകൻ കഴിക്കും. കഴുകൻ കഴിച്ചതിൻ്റെ ബാക്കി കാക്ക കഴിക്കും. കാക്ക കഴിച്ചതിൻ്റെ ബാക്കി അണുക്കൾ കഴിക്കും. അങ്ങനെയാണ് പ്രപഞ്ചത്തിലെ ഒരാളിൻ്റെ തിരുവഭാവം. ഒരു ജീവ വ്യവസ്ഥയുടെ തിരുവഭാവം അങ്ങനെയാണ്. അപ്പോൾ നിയമവാഴ്ച അടിച്ചിട്ട് കൊടുക്കുന്ന സാധനം മീഡിയ എടുക്കും. ഇന്ന് ഏറ്റവും കൂടുതൽ മീഡിയ വേട്ടയാടണ ആരെയാണ്? ക്രൈസ്തവരെ വേട്ടയാടണത്. എന്തുകൊണ്ടാണ്? തിരിച്ചടിക്കലെന്ന് അവന്മാർക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ്. തിരിച്ചടിക്കുക ഇതൊന്നൊരു ആണത്വം ഇല്ലാത്ത പരിപാടിയാണ്. ഇതൊരു ആണത്വം ഇല്ലാത്ത പരിപാടിയാണ്. അതായത് തിരിച്ചടിക്കുകയില്ല. ഞങ്ങൾക്ക് തിരിച്ചടിക്കാൻ പറ്റത്തില്ല. എന്താ കാര്യം? ഞങ്ങൾക്ക് നിയമം കിട്ടിയിട്ടുണ്ട്. നിൻ്റെ വലത് കരണത്തെ അടിക്കണവന് പോലും ഇടത് കരണം കാണിച്ചു കൊടുക്കാൻ നിയമം കിട്ടിയിട്ടുണ്ട്. പരമാവധി നിയമം അനുസരിച്ചാണ് ക്രൈസ്തവ ജനത എവിടെയും ജീവിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവർ ഇരകളായി മാറുന്നതിൻ്റെ കാരണം. പക്ഷേ ഞങ്ങൾ ഇരകളായി മാറിയാലും ഞങ്ങൾക്ക് വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ട്. ഇപ്പം സ്റ്റാൻസാമിയെ ജയിലിൽ കൊന്നത് ഇപ്പോൾ സുപ്രീം കോടതി ജഡ്ജി തന്നെ പറഞ്ഞിരിക്കുന്നത്.
റിട്ടയർഡ് ജഡ്ജി തന്നെ പറഞ്ഞിരിക്കുന്നത് സ്റ്റാൻ സ്വാമി രക്തസാക്ഷിയാണെന്ന്. സഭയുടെ രക്തസാക്ഷികൾ നാട്ടുകാരുടെ കഴുത്തേക്ക് കയറിയിട്ട് അവർ കൈമേടിച്ച് ചത്ത ആൾക്കാരല്ല. സഭയുടെ രക്തസാക്ഷി എന്ന് പറയുന്നത് കർത്താവിൻ്റെ വചനത്തിന് വേണ്ടി ജീവിച്ചിട്ട് സഹനം ഏറ്റുമേടിച്ച വിശുദ്ധന്മാരാ സഭയുടെ മുതൽക്കൂട്ടെന്ന് പറയുന്നത്. ഇതാണ് സഭയുടെ സംസ്കാരവും സഭയുടെ പ്രകൃതി. ഇതാണ് സ്വാഭാവികമാണ്. അതുകൊണ്ട് വീണ്ടും വീണ്ടും സഭകൾ ഇരകളായി മാറും. അതുകൊണ്ട് തന്നെ നമ്മളും ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊരു ചർച്ചയിൽ പ്രധാനപ്പെട്ട ഒരു അവതാരകൻ പറഞ്ഞു, ക്രിസ്ത്യാനികളും അതുപോലെ തന്നെ മറ്റുള്ളവരെ പറഞ്ഞ് വടിവാളെടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ എടുത്തിരുന്നെങ്കിൽ ഇതുപോലെ ബൈബിളില്ലാത്ത ഈശോ ഒന്നും ഇറങ്ങത്തില്ല. ബൈബിളില്ലാത്ത ഈശോ എന്നും ആക്രമിക്കപ്പെടും ഇവിടെ. എന്തുകൊണ്ടാണ് ഈശോ ആക്രമിക്കപ്പെടുന്നത്? ഈശോയെ ആക്രമിച്ചു കഴിഞ്ഞാൽ ക്രൈസ്തവരെ ആക്രമിക്കാൻ പറ്റും, വിശ്വാസികളെ ആക്രമിക്കാൻ പറ്റും. ഈശോയെ ആക്രമിക്കാൻ തുടങ്ങിയത് എന്നാ? ഈശോ ജ്ഞാനസ്ഥാനം സ്വീകരിച്ച ആ നിമിഷം തന്നെ ഈശോ ആക്രമിക്കപ്പെട്ട ആളാണ്. പിശാച് വന്ന് ഈശോനെ തൻ്റെ ദൗത്യത്തിൽ നിന്ന് പിന്തിരിക്കാൻ വേണ്ടി പള്ളുപുരങ്ങളിലൂടെ സാത്താൻ വന്നു. സാത്താൻ ഇന്നും തുടരുകയാണ്. ബൈബിളില്ലാത്ത ഈശോനെ അവതരിപ്പിച്ചുകൊണ്ട് സാത്താൻ ജനഹൃദയങ്ങളിൽ നിന്ന് വിശ്വാസം എടുത്തു മാറ്റാൻ നോക്കുന്നു. ഇങ്ങനെ 2000 കൊല്ലങ്ങളായിട്ട് നോക്കിയതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ഒരു സന്ദേശമുണ്ടായിരുന്നു. എന്താണ്? ആസ്ട്രേലിയ ഭൂഖണ്ഡം ഈശോ കാണിച്ചു തന്നു. എന്നിട്ട് ഞാൻ ഈ വേദിയിൽ നിന്ന് ആസ്ട്രേലിയ ഭൂഖണ്ഡത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞിരുന്നു. നിങ്ങൾ കേട്ട് കാണുമെന്ന് തോന്നുന്നു. പലരും കൃപാസനോട് വിളിച്ച് പറഞ്ഞതിന് ശേഷം 2 പ്രാവശ്യമാണ് 18-ാം മിനിറ്റിലും 36-ാം മിനിറ്റിലും ആസ്ട്രേലിയ ഈ സ്ഥലത്ത് കർത്താവ് കാണിച്ചു. ഞാൻ പറഞ്ഞു, ആസ്ട്രേലിയയുടെ ഭൂഖണ്ഡത്തിൻ്റെ മാപ്പ് കർത്താവ് കാണിക്കുന്നു. എന്തോ സംഭവം അവിടെ നടക്കാൻ പോകുന്നു. ദൈവത്തിന് സങ്കടം വരുന്ന എന്തോ, ദൈവാധിപത്യത്തിന് നിരക്കാത്തത്, സാത്താൻ്റെ എന്തോ വലിയ പ്രവർത്തനം അവിടെ നടക്കാൻ പോകുന്നു. നിങ്ങൾ ആസ്ട്രേലിയ സമർപ്പിച്ച് പ്രാർത്ഥിക്കണമെന്ന്. പിന്നെ സംഭവിച്ചത് എന്താ? ആസ്ട്രേലിയയിലെ അതിനുശേഷം 6 ദിവസം കഴിഞ്ഞപ്പോൾ ആസ്ട്രേലിയ പാർലമെൻറ്റിലെ സ്വർഗസ്ഥനായ പിതാവ് നിരോധിച്ചു. അപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം, ആസ്ട്രേലിയ എന്നൊരു ഭൂഖണ്ഡമുണ്ടെന്നും ആ ഭൂഖണ്ഡത്തിൽ സ്വർഗസ്ഥനായ പിതാവ് നിരോധിക്കാൻ വേണ്ടി ചില ആൾക്കാരുടെ മനസ്സിൽ ചിന്ത വരുമ്പോൾ തന്നെ 39 സങ്കീർത്തനത്തിൽ എഴുതിയിട്ടുണ്ട്, ഒരു ചിന്ത നിൻ്റെ ഉള്ളിൽ വന്നു കഴിയുമ്പോൾ തന്നെ ദൈവം അതറിയുന്നുവെന്ന്. ദൈവം ജനങ്ങളിലേക്ക് കൈമാറുന്ന ഇതുപോലെയുള്ള ദൈവം സംസാരിക്കുന്ന പ്ലാറ്റ്ഫോമിലേക്ക് സഭയോട് പറയും, പ്ലീസ് പ്രേ ഫോർ ദാറ്റ് എന്ന്. നമ്മൾ പ്രാർത്ഥിക്കാൻ ദൈവം ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അവരെടുത്ത തെറ്റായ തീരുമാനം സാത്താൻ്റെ പ്രവർത്തനങ്ങൾ അത് നിഷേധിക്കപ്പെടുകയും വീണ്ടും ദൈവരാജ്യത്തിൻ്റെ പ്രാർത്ഥനകളിലേക്ക് ആ രാജ്യം കടന്നു വരികയും ചെയ്യും. ശ്രുതികട്ടെ ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ഹല്ലേലൂയ. പ്രവർത്തിക്കുന്ന അനേകായിരം മക്കളെ എല്ലാ രാജ്യങ്ങളിലേക്കും എല്ലാ ഭൂഖണ്ഡങ്ങളിലേക്കും അയക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പം ഞാൻ ഈ അപ്പച്ചനോടും അമ്മച്ചോടും എന്നാ പറഞ്ഞെന്നറിയോ? ഈ ലോക്ക്ഡൗൺ കഴിയട്ടെ, നിങ്ങളെ ഞാൻ പ്രത്യേകം കണ്ട് എന്താണ് അവിടെ സംഭവിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിച്ച് കർത്താവിനോട് പ്രാർത്ഥനാപൂർവ്വം ആലോചന ചോദിക്കാം. അതുവരെ നിങ്ങൾ പ്രാർത്ഥനയെ വെയിറ്റ് ചെയ്യുക. ഇനി പൈസ ഇപ്പം അയക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറയാൻ കാരണമെന്ന് വെച്ചാൽ പണ്ടും ഇതുപോലെ ഒരു അപ്പനും അമ്മയും എൻ്റെ അടുത്ത് വരുമായിരുന്നു. അവിടെയും പ്രശ്നം, അവരിതുപോലെ ഒരു പാശ്ചാത്യ രാജ്യത്ത് താമസിക്കുന്നു, മകൻ താമസിക്കുന്നു. അപ്പോൾ അവിടെ മൊബൈൽ ട്രാക്ക് ചെയ്തിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഈ മാതാപിതാക്കന്മാർ എങ്ങോട്ട് മൂവ് ചെയ്യുന്നു എന്നുള്ളത് മകനെ അവിടെ ഇരുന്ന് കാണാൻ പറ്റും. കാര്യം നമ്മൾ കാണിക്കൊന്നും വേണ്ട, അത് മൊബൈൽ ട്രാക്കിംഗ് എന്ന് പറയും. പക്ഷേ ഇവിടെ ഇയാൾ എന്ത് സംസാരിക്കുന്നു, എവിടെ പോയി എന്ത് ഡീല് ചെയ്യുന്നു, ആ ഡീലെല്ലാം അവന് കിട്ടും. അവൻ കാര്യം IT-യുടെ ഭയങ്കര ഉദ്ധാതാണ്. അപ്പം അവൻ നാട്ടിൽ വന്നപ്പോൾ ഇവരുടെ മൊബൈലിൽ എന്തോ ഒരു പ്രത്യേക ആപ്പ് അപ്ലോഡ് ചെയ്തിട്ട്
ആ ആപ്പ് അനുസരിച്ചുകൊണ്ട് ഇവർ മാതാപിതാക്കന്മാരെ പോകുന്ന സ്ഥലവും സംസാരിക്കുന്ന കാര്യമൊക്കെ അവർ പോയി കഴിയുമ്പോൾ അവൻ അവിടെ നിന്ന് വിളിച്ചു പറയും. അതാണ് ഇവർ അനക്കണില്ല, അവൻ്റെ കൺമുമ്പിലാണ്, മാതാപിതാക്കൾ അവൻ്റെ കൺമുമ്പിലാണ്. എന്നിട്ടിവൻ എന്താ ചെയ്യേണ്ടത്? ഇവൻ ഇതുപോലെ 50,000 20,000 ഒക്കെ മാതാപിതാക്കൾ മടക്കിയെന്ന് പോലീസിൽ കൊടുക്കണം, കേസാണെന്നൊക്കെ പറഞ്ഞ് മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പോലെ എന്താ അവരുദ്ദേശിക്കണത് എന്താണ്? ഇവനൊരു പെങ്ങളുണ്ട്, അപ്പോൾ അമ്മയ്ക്ക് പെങ്ങളോട് താല്പര്യമാണെന്ന് അവന് ധരിച്ചിരിക്കുന്നു. അതുകൊണ്ട് മാതാപിതാക്കന്മാരുടെ സ്വത്ത് കോടീശ്വരന്മാരാണ്. ആ സ്വത്ത് പെങ്ങൾക്ക് പോകുമോ എന്ന് അവന് സംശയമുള്ളത് കൊണ്ട് അവൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇതുപോലൊരു ഉഡായിപ്പ് കേസ് ഉണ്ടാക്കിയിട്ട് ആ കേസിലേക്ക് മാതാപിതാക്കന്മാരോട് പൈസ ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇവർക്ക് പൈസ കൊടുക്കാനില്ല. ഇവിടെ വന്നത് വീണ്ടും പൈസ കൊടുക്കാൻ വേണ്ടി അവിടെ പറമ്പ് വിൽക്കാൻ വേണ്ടിയാണ് ഇവിടെ വന്നത്. ഇങ്ങനെയാണ് ഒരു വിഷയം. അപ്പോൾ ഇതുപോലൊരു കേസ് എൻ്റെ മനസ്സിലുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞ് വെയിറ്റ് ചെയ്യാം, 2 ആഴ്ച കഴിയുമ്പോൾ അതൊക്കെ പ്രാർത്ഥിച്ചിട്ട് സത്യാവസ്ഥ നോക്കിയിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് പറഞ്ഞു. കാര്യം ഇവിടെ ഇപ്പോൾ ലോക്ക്ഡൗൺ ആണ്, കൃപാസനത്തിലെ സോണിൽ നിൽക്കുകയാണ്. പ്രാർത്ഥനയും പെരുന്നാളൊക്കെ കഴിഞ്ഞപ്പോൾ കേരളത്തിൽ ആകപ്പാടെ കൂടിയായിരുന്നല്ലോ. ഗവൺമെൻറ് എല്ലാവരെയും സമാധാനിപ്പിക്കുന്ന രീതിയിൽ ചെയ്തതാണെങ്കിൽ സംസർഗത്തിലൂടെ നമ്മൾ ശ്രദ്ധിക്കാതെ വന്നതുകൊണ്ട് കോവിഡ് കൂടിയായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് ശാന്തമാകാതെ ഗവൺമെൻറ് ഒരു തീരുമാനം എടുക്കത്തില്ല, അറിയത്തില്ല. ഭയങ്കര സമ്മർദ്ദമാണ് ഗവൺമെൻറ്റിലെ കാര്യം. വ്യാപാരി വ്യവസായികളുടെ കാര്യങ്ങളൊക്കെ ഭയങ്കര കഷ്ടമാണ്, എല്ലാവരുടെയും കഷ്ടമാണ്. അവിടെ സാധനങ്ങളൊക്കെ ഇരുന്ന് ചീത്തയിൽ പോകുമ്പോൾ ആര് കൊടുക്കും ആ പൈസയൊക്കെ? അപ്പോൾ വ്യാപാരി വ്യവസായികളുടെ കാര്യത്തിൽ തീർച്ചയായിട്ടും ഗവൺമെൻറ് ഘട്ടം ഘട്ടമായിട്ട് നീതിപൂർവമായൊരു തീരുമാനം എടുക്കണം. കാര്യം പല സാധനങ്ങളും പക്ഷേ ഏറ്റവും റീറ്റെയിൽ വിൽക്കുന്ന ആൾക്കാരില്ലേ, അവരുടെ കാര്യവും കുഴപ്പത്തിലാണ്. അതുപോലെ തന്നെ ലോൺ എടുത്ത് വെച്ചിരിക്കുന്ന ആൾക്കാരില്ലേ, ഒരു കാര്യം ചെയ്തിരിക്കുന്ന ആൾക്കാർ, ലോൺ എടുത്ത് ചെയ്തിരിക്കുന്ന ആൾക്കാർ പലിശക്ക് ബാങ്കുകാർ വല്ല കോംപ്രമൈസ് ഉണ്ടാക്കുമോ? ഗവൺമെൻറ് ഇടപെട്ട് ദയവായിട്ട് കോംപ്രമൈസ് ഉണ്ടാക്കണം. കാരണം ലോൺ എടുത്തിട്ട് കോവിഡ് കാലത്ത് പലിശയില്ല, അങ്ങനെ ഒരു തീരുമാനം ഗവൺമെൻറ് എടുക്കണം. അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ മനുഷ്യൻ സർവൈവ് ചെയ്യണത്? ഗവൺമെൻറ് സുപ്രീം കോടതി കൊടുത്തിരിക്കണത് എന്താ? ജനങ്ങൾക്ക് വരുമാനമില്ല, ജനങ്ങൾ വരുമാനമില്ലാതെ സാമ്പത്തിക വ്യവസ്ഥ തകരാറായിരിക്കുന്നു എന്നല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പം ജനങ്ങളോട് അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗവൺമെൻറ് കോവിഡ് കാലത്തുള്ള ലോണെല്ലാം അതിൻ്റെ ഇൻട്രസ്റ്റ് എല്ലാം ബാൻ ചെയ്യണം. ഗവൺമെൻറ് കൊടുക്കേണ്ടി വരും. അങ്ങനെ ഒരു മനുഷ്യത്വമുള്ള പെരുമാറ്റം കാണിച്ചില്ലെങ്കിൽ ഇവിടെ മനുഷ്യൻ കോവിഡ് കഴിയുമ്പോൾ ആത്മഹത്യ ചെയ്യേണ്ടി വരും. അപ്പോൾ മനുഷ്യനെ സംരക്ഷിക്കാൻ സ്വാഭാവികമായിട്ട് സാമൂഹ്യമായ സംവിധാനങ്ങൾ കുറച്ചുകൂടി മനുഷ്യോചിതമായ നിലപാടെടുക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. തീരുമാനങ്ങൾ ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടാകാൻ വേണ്ടി പരമദിവ്യകാരുണ്യത്തിന് അതായത് ഇതുപോലെയുള്ള ഗോലിയാത്തുകൾ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ പിന്നിലെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം വെച്ചാൽ നമ്മളെ ഉയർത്താൻ നേരത്താണ് ദൈവം വലിയ പ്രതിസന്ധികളിലേക്ക് നമ്മളെ കൊണ്ടുപോകണത്. അതെൻ്റെ മക്കൾ ബൈബിളില്ല ഒരു അന്തർധാരയാണത്. എന്താണ്? ഇതിന് വിവേചനം ഉണ്ടാകണം. ഒരു വ്യക്തിയെ ഉയർത്താൻ ദൈവം തീരുമാനിക്കുമ്പോൾ ആദ്യം ചെയ്യണത് അവനെ ഒരു പ്രത്യേക പരീക്ഷയിലൂടെ കൊണ്ടുപോകും. അത് ദൈവമാണങ്ങനെ കൊണ്ടുപോകണമെന്ന് ചിന്തിച്ചിട്ട് ഇവൻ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കും. ഇപ്പം സാത്താൻ വരുമ്പോഴേ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അപ്പോസ്തലന്മാരുടെ ഉപദേശം എന്താണ്? സ്റ്റാൻഡ് അപ്പ് ടു ഹിം സ്ട്രോങ് ഇൻ ഫെയ്ത്ത്. ശരിക്കും പറഞ്ഞാൽ സാത്താൻ തന്നെ തിരിച്ചു വരണം വിചാരിച്ച ഗോലിയാത്തിൻ്റെ രൂപത്തിലോ അല്ലെങ്കിൽ ഇപ്പം ദാവീദ് 18:37 1 സാമുവേൽ
17:37 എന്താ പറയണത്? 1 സാമുവൽ 17:38 അല്ലെങ്കിൽ അതെ, സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. അനന്തരം സാവൂൾ തൻ്റെ പോർച്ചട്ട ദാവീദിന് അണിയിച്ചു, ഒരു പിച്ചളത്തൊപ്പി അവൻ്റെ തലയിൽ വെച്ചു, തൻ്റെ കവചവും അവനെ ധരിപ്പിച്ചു. 1 സാമുവൽ 17:37 വായിക്കുക. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. സിംഹത്തിൻ്റെയും കരടിയുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച കർത്താവ് ഈ ഫിലിസ്ത്യൻ്റെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്. ഇതാണ് സംഭവം. അതായത് ദാവീദ് എന്ത് ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഗോലിയത്ത് മുമ്പിൽ വരുമ്പോൾ ദാവീദ് എന്താ ചിന്തിക്കണത്? എന്നെ സിംഹത്തിൻ്റെയും കരടിയുടെയും മുമ്പിൽ നിന്ന് രക്ഷിച്ച കർത്താവ് തന്നെയാണ് ഇന്നും ജീവിക്കുന്നത്. അപ്പോൾ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ, നമ്മുടെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമ്മൾ ദൈവത്തിൻ്റെ വിശ്വസിച്ച് അതിജീവിച്ച ആ അനുഗ്രഹ മുഹൂർത്തങ്ങളെ നമ്മൾ ഓർക്കണം. അനുഗ്രഹ മുഹൂർത്തങ്ങളെ ഓർക്കണം. ഒരു പ്രതിസന്ധി വരുമ്പോഴേ ആ പ്രതിസന്ധിയെ അല്ല നോക്കണത്, കഴിഞ്ഞ കാലങ്ങളിലുള്ള അനുഗ്രഹ മുഹൂർത്തങ്ങളെ നോക്കണം. അതല്ലേ, അപ്പമില്ലാത്തതിനെക്കുറിച്ച് നിങ്ങൾ എന്തിനെ വേവലാതി കൊള്ളുന്നു? 5 അപ്പം ഞാൻ 5000 പേർക്ക് വേണ്ടി തീറ്റിപ്പോറ്റിയപ്പോഴേ എത്ര കൊട്ട നിറയെ നിങ്ങൾ ശേഖരിച്ചു? അതാണ് എൻ്റെ കർത്താവ് എന്താ ചോദിക്കണത്. അപ്പമില്ലാത്തതിനെക്കുറിച്ച് നിങ്ങൾ എന്തിനു വേവലാതി കൊള്ളുന്നു? ഒരു ഇല്ലായ്മ വന്നാൽ അപ്പം വേവലാതി കൊള്ളേണ്ട കാര്യമില്ല. എന്ത് ചെയ്യണം? പഴയ കാലങ്ങൾ കർത്താവ് നിന്നെ തീറ്റിപ്പോറ്റിയൊരു കാലമുണ്ട്. അപ്പമില്ലാത്തതിനെക്കുറിച്ച് നിങ്ങളെന്തിന് വേവലാതി കൊള്ളുന്നു? 5 അപ്പം 5000 പേർക്ക് വേണ്ടി തീറ്റിപ്പോറ്റിയപ്പോൾ എത്ര കൊട്ട നിറയെ നിങ്ങൾ ശേഖരിച്ചു? അപ്പോൾ പഴയ നിയമവും പുതിയ നിയമവും ഒരു വിഷയത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. എന്താ നിൽക്കണത്? ഗോലിയാത്ത് വന്നപ്പോൾ സാവൂൾ ഓർത്ത് എന്താണ്? 17:37 എന്താ ഓർത്തത്? സിംഹത്തിൻ്റെയും കരടിയുടെയും മുമ്പിൽ നിന്ന് എന്നെ രക്ഷിച്ച കർത്താവ് ഈ ഫിലിസ്ത്യൻ്റെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കും. പഴയ കാലങ്ങൾ ഓർക്കണമെന്നതിൻ്റെ അർത്ഥം. പഴയ കാലങ്ങൾ ഓർക്കണം. അതുപോലെ തന്നെയാണ് അപ്പമില്ലാത്തതിനെക്കുറിച്ച് വള്ളത്തിൽ നിന്ന് ഇവർ ഡിസ്കസ് ചെയ്തപ്പോൾ ഈശോ പറഞ്ഞു, അപ്പമില്ലാത്തതിനെക്കുറിച്ച് നിങ്ങളെന്തിന് ഉത്കണ്ഠാകുലരാകുന്നു? 5 അപ്പം 5000 പേർക്ക് വേണ്ടി തീറ്റിപ്പോറ്റിയപ്പോൾ എത്ര കൊട്ട നിറയെ നിങ്ങൾ ശേഖരിച്ചു? അപ്പം പഴയ കാര്യങ്ങൾ ഓർക്കാനാണ് ഈശോ പറയണത്. ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, പഴയ കാര്യങ്ങള് അനുസ്മരിച്ചുകൊണ്ട് പുതിയ കാലത്തെ പ്രതിസന്ധിയെ അതിജീവിക്കുവാൻ എന്നെ സഹായിക്കണം. കർത്താവേ, പഴയ കാലങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് പുതിയ കാലത്തിന്റെ പ്രതിസന്ധിയെ അതിജീവിക്കുവാൻ സഹായിക്കണം. ശ്രുതികട ഹല്ലേലൂയ. ആരാധന കർത്താവേ, ഒരുപാട് അനുഗ്രഹങ്ങളെ ഓർക്കുവാൻ വീണ്ടും നീ ഞങ്ങളെ ശക്തിപ്പെടുത്തുന്ന അറിയുന്ന ഞങ്ങൾ കർത്താവേ. ആരാധന